എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് നോക്കിയാലോ. നമ്മുടെ യൂണിറ്റിന്റെ പേര് നടക്കും തോറും തെളിയും വഴികൾ എന്നാണ്. ഈ യൂണിറ്റിൽ എന്തിനെ കുറിച്ചാണ് പഠിക്കാനുള്ളതെന്ന് മക്കൾക്ക് അറിയാമോ? ഓരോ യൂണിറ്റിലും പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചായിരിക്കും പാഠഭാഗങ്ങൾ ഉണ്ടാവുക അല്ലെ. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് യാത്രകളെ കുറിച്ചാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവോ? ഏതൊക്കെ തരത്തിലുള്ള യാത്രകൾ നമ്മൾ ചെയ്യാറുണ്ട്. വിനോദയാത്രയുണ്ട്, പഠനയാത്രയുണ്ട്, തീർത്ഥാടന യാത്രയുണ്ട്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് യാത്രകളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ യാത്രയാണ് ഈ ഒരു യൂണിറ്റിന്റെ വിഷയമായി വരുന്നത്. അങ്ങനെ യാത്രകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന പാഠഭാഗങ്ങളാണ്. ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ശാന്തി നികേതനമാണ്. ഇതൊരു യാത്രാ വിവരണ കൃതിയാണ്. എസ്.കെ. പൊറ്റക്കാടാണ് എഴുതിയിരിക്കുന്നത്. എസ്.കെ. പൊറ്റക്കാട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ചിട്ടുള്ള വിദ്യാഭ്യാസ കേന്ദ്രമായ ശാന്തി നികേതനത്തിലേക്ക് നടത്തുന്ന യാത്രയാണ്. ഈ യാത്രയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ സഞ്ചരിക്കുന്ന ദീപശിഖ എന്ന് പറയുന്ന കൃതിയിലാണ് എസ്.കെ. പൊറ്റക്കാട് എഴുതിയിരിക്കുന്നത്. ആ കൃതിയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ശാന്തി നികേതനം എന്ന് പറയുന്ന ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ സ്മാരകം എന്നാണ് പാഠഭാഗത്തിന്റെ പേര്. വീരാൻകുട്ടി മാഷ് എഴുതിയ ഒരു കവിതയാണ് കേട്ടോ ഈ പാഠഭാഗം. എന്തിനെ കുറിച്ചുള്ള കവിതയാണ്? ആ ഒരു അപ്പൂപ്പൻ താടി നടത്തുന്ന യാത്രയാണ്. നമ്മളെല്ലാവരും കുഞ്ഞിലെ കണ്ടിട്ടുണ്ടാവും അപ്പൂപ്പൻ താടി. നമ്മളിങ്ങനെ ഊതി പറത്തി കളിക്കാറില്ലേ? ഈ അപ്പൂപ്പൻ താടിയെ കുറിച്ചുള്ള യാത്രയാണ്, അല്ലെങ്കിൽ ഈ അപ്പൂപ്പൻ താടി നടത്തുന്ന യാത്രയുടെ അനുഭവമാണ് സ്മാരകം എന്ന് പറയുന്ന കവിതയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് നോക്കൂ, മണൽ കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു നോവൽ ഭാഗമാണ്. ഏത് നോവലാണെന്നറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആടുജീവിതം എന്ന് പറയുന്ന ബെന്യാമിന്റെ നോവലാണ് അല്ലെ. അതില് നജീബ് എന്ത് ചെയ്യാണ്? ആദ്യമായി ഗൾഫിലേക്ക് നടത്തിയിട്ടുള്ള ആ ഒരു യാത്രയാണ് മണൽ കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് നമ്മുടെ യൂണിറ്റിന്റെ പ്രവേശകം എന്നുള്ളതാണ്. യൂണിറ്റിന്റെ പ്രവേശകമായി തന്നിട്ടുള്ളത് കാടുകളുടെ താളം തേടി എന്ന് പറയുന്ന സുജാത ദേവി എഴുതിയിരിക്കുന്ന ഒരു യാത്രാ വിവരണ കൃതിയാണ്. ഒരുപാട് പ്രത്യേകതയുള്ളൊരു യാത്രാ വിവരണ കൃതിയാണ്. കാരണം ഇതൊരു കത്തിന്റെ രൂപത്തിലാണ് എഴുതിയത്. തൻ്റെ ചേച്ചിയായിട്ടുള്ള സുഗതകുമാരി ടീച്ചർ നിങ്ങൾക്കറിയാലോ, മലയാളത്തിലെ വളരെ പ്രസക്തിയായിട്ടുള്ള എഴുത്തുകാരിയാണ്. അപ്പൊ തൻ്റെ ചേച്ചിയായ സുഗതകുമാരിക്ക് എഴുതുന്ന പോലെ ഒരു കത്തിന്റെ രൂപത്തിലാണ് താൻ നടത്തിയിട്ടുള്ള യാത്രകളുടെ അനുഭവത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നത് സുജാത ദേവി പറഞ്ഞിട്ടുള്ളത്. സുജാത ദേവി മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എഴുത്തുകാരിയാണ്. കോളേജ് അധ്യാപികയാണ്. ബോധേശ്വരൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട കവിയുമായിട്ടുള്ള ബോധേശ്വരന്റെയും പ്രൊഫസർ വി കെ കാർത്തിയാനി അമ്മയുടെയും മകളാണ് ആര്? സുജാത ദേവി എന്ന് പറയുന്നത്. സുഗതകുമാരി ടീച്ചറുടെ സഹോദരിയാണ്. രണ്ട് കൃതികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നതിൽ മൃണ്മയി എന്ന് പറയുന്നത് കവിതാ സമാഹാരമാണ്. കാടുകളുടെ താളം തേടി എന്ന് പറയുന്നത് യാത്രാ വിവരണ വിഭാഗത്തിൽ പെടുന്നതാണ്. നമുക്ക് പഠിക്കാനുള്ള പ്രവേശകമായി ഒരു യാത്രാ വിവരണ കൃതിയിലാണ് എടുത്തിട്ടുള്ളത്. 1999 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള കൃതി കൂടെയാണ് കാടുകളുടെ താളം തേടി എന്ന് പറയുന്ന നമ്മുടെ പാഠഭാഗം. അപ്പോൾ ഒരു യാത്ര അല്ലെ, 12 വർഷക്കാലത്തെ സാധാരണ ജീവിതത്തിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ എത്രയോ മികച്ച അനുഭവമാണ് തനിക്ക് തൻ്റെ 2 മാസത്തെ യാത്രയിൽ നിന്ന് ലഭിച്ചതെന്ന് എഴുത്തുകാരി പറയുകയാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് എന്ത് ചെയ്യുന്നത് തൻ്റെ യാത്രയിലൂടെ തനിക്ക് ലഭിച്ചതെന്ന് പറഞ്ഞ് സുജാത ദേവി കത്തിൽ എന്ത് ചെയ്യുന്നു? താൻ നേടിയ അനുഭവ പാഠങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയുള്ള പാഠങ്ങളാണ്? ഒരുപാട് പല മുഖങ്ങൾ യാത്രയിൽ കാണുകയാണ്. പല രീതിയിൽ അല്ലേ, വഴിവക്കിലെ പീഡികത്തെണ്ണയിൽ കിടന്നുറങ്ങുന്നു, അറിയാത്ത ആളുകളുടെ സൈക്കിളിലും ലോറിയിലും കയറി യാത്ര ചെയ്യുന്നു, അറിയാത്ത മനുഷ്യരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, റിസർവേഷൻ ഇല്ലാതെ ട്രെയിനിൽ പെട്ടിപ്പുറത്തൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്നു. ഇങ്ങനെ സ്വന്തം ഭാരം സ്വയം ചുമക്കുന്നു, അസുഖം അല്ലെ രോഗങ്ങളെ ചെറുക്കാൻ പഠിക്കുന്നു, സ്വയം സൂക്ഷിക്കാൻ അല്ലെ മോശമായിട്ടും നല്ലതായിട്ടും ഒക്കെ പെരുമാറിയ ആളുകളോട് പെരുമാറി ഇങ്ങനെ ഒരുപാട് പ്രായോഗിക ജീവിത പാഠങ്ങളാണ് എന്ത് ചെയ്തത് ഈ യാത്രയിലൂടെ നീളം താൻ സ്വായത്തമാക്കിയെന്ന് പറയാണ് കേട്ടോ. പിന്നെ കാടിനുള്ളിലുള്ള ജീവിതത്തിന്റെ താളം വേറെയാണ് എന്ന് എഴുത്തുകാരി പറയുന്നു അല്ലെ. പലതരത്തിലുള്ള അനുഭവങ്ങൾ തിരിച്ചറിയുന്നു. കാടും മലയും പുഴയും ഒക്കെ തന്നത് എന്താണ്? തനിക്കൊരു ഇറ്റ് കവിതയായി എഴുതാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരിയെ കൂടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ഇങ്ങനെ അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ കണ്ടപ്പോൾ അല്ലേ, ആ നോവും കണ്ണീരും ഒക്കെ കലർന്നിരിക്കുന്ന ആ കഥകള് അത്ര പ്രാധാന്യമുള്ള തൻ്റെ ജീവിത കഥകളായിട്ട്
പ്പെടുന്ന എഴുത്തുകാരിയാണ് ഈ ഒരു പ്രവേശകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. ഇങ്ങനെ ഹിമാലയം തന്നിട്ടുള്ള യാത്രകളൊക്കെ നിധി കുംഭങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത്രയും പ്രഷ്യസ് ആണ് അല്ലെ, അത്രയും നിധി കുംഭങ്ങളായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എഴുത്തുകാർ പറയുന്നു. അറിവിൻ്റെയും അനുഭൂതിയുടെയും പുതിയൊരു ലോകമാണ് ഈ യാത്ര തുറന്നിടുന്നത് കൂടെ എഴുത്തുകാർ പറയുകയാണ് അല്ലെ. അതേപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് എന്താണ്, ഇതൊരു ഹിമാലയൻ യാത്രയായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഈ ഒരു പ്രവേശകത്തിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ യാത്ര, ഹിമാലയത്തിലേക്ക് കയറുന്നത് ഭയങ്കര നിസ്സാരമാണോ? അല്ല, ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കണം അല്ലേ. അപ്പം ആ യാത്രകളും അതേപോലെയായിരുന്നു. അവിടേക്ക് നടത്തിയ യാത്രയും എന്തായിരുന്നു, ആ ഹിമാലയൻ യാത്ര പോലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള യാത്ര തന്നെയായിരുന്നു അല്ലേ. ആ യാത്രയിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രയോഗത്തിലൂടെ എഴുത്തുകാരി പറയുന്നത്. അതൊരു ചോദ്യം കൂടെയാണ് കേട്ടോ, നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രവേശകത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ യാത്രയെക്കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ യാത്രയെ ആസ്പദമാക്കിയിട്ടുള്ള 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലാദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്നത് എന്താണ്, ശാന്തിനികേതനമാണ്. എന്താണ്, ശാന്തിനികേതനം എന്ന് പറയുന്ന എസ്.കെ. പൊറ്റക്കാട് എഴുതിയിരിക്കുന്ന നമ്മളുടെ ചാപ്റ്ററാണ്. അപ്പോൾ യാത്രാ വിവരണത്തിലാണ് ഇത് വരുന്നത്. സഞ്ചരിക്കുന്ന ദീപശിഖ എന്ന് പറയുന്ന കൃതിയുടെ ഭാഗമാണ്. എസ്.കെ. പൊറ്റക്കാട് ശാന്തിനികേതനത്തിലേക്കുള്ള തൻ്റെ യാത്രയാണ് ഈ ഒരു ഭാഗത്തിൽ വിവരിക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങി അല്ലെ, ഒരുപാട് വയലുകളും അല്ലെ, ബംഗാളിൻ്റെ ഉൾഗ്രാമത്തിലാണ് ശാന്തിനികേതനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ബംഗാളിൻ്റെ ഉൾഗ്രാമത്തിലേക്ക് പൊറ്റക്കാട് നടത്തുന്ന യാത്രയും ആ യാത്രയിലുടനീളം അദ്ദേഹം കാണുന്ന കാഴ്ചകൾ, അവിടെയുള്ള പ്രകൃതി, കേരളവുമായിട്ട് സാമ്യം തോന്നുന്ന പല സിറ്റുവേഷനും എവിടെ കാണുന്നുണ്ട്, ബംഗാളിൻ്റെ ഉൾഗ്രാമങ്ങളിൽ കാണുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ ശാന്തിനികേതനത്തിൻ്റെ സൗന്ദര്യം, അവിടുത്തെ വിദ്യാഭ്യാസ രീതി, ഇതൊക്കെ വളരെ മനോഹരമായ ലളിതമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാഠഭാഗത്തിൽ നമുക്ക് അവതരിപ്പിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടാഗോർ സ്ഥാപിച്ചിട്ടുള്ള ശാന്തിനികേതനം എന്ന് പറയുന്നത് വലിയൊരു സാംസ്കാരിക കേന്ദ്രമാണ് അല്ലേ. അപ്പോൾ ആ ശാന്തിനികേതനം കാണാൻ പുറപ്പെട്ട പൊറ്റക്കാടിൻ്റെ യാത്രാ അനുഭവങ്ങളാണ് സഞ്ചരിക്കുന്ന ദീപശിഖ. അപ്പോൾ ഈ സഞ്ചാര സാഹിത്യ കൃതിയുടെ ഭാഗമാണ് ശാന്തിനികേതനം എന്ന് പറയുന്നത്. ഇനി എന്താണ് സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത്? നമ്മൾ കവിത പഠിച്ചിട്ടുണ്ട്, കഥ പഠിച്ചിട്ടുണ്ട്, നോവൽ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ പല സാഹിത്യ വിഭാഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സാഹിത്യ വിഭാഗമാണ് യാത്രാ വിവരണം അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന അനുഭവങ്ങൾ എന്ത് ചെയ്യാണ്, സാഹിത്യ രീതിയിൽ എഴുതി അവതരിപ്പിക്കുന്നതിനെ നമ്മൾ സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് അല്ലേ. ട്രാവൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ യാത്രാ വിവരണം എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. മലയാളത്തിൽ ഒരുപാട് സഞ്ചാര സാഹിത്യ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യ മേഖലയിൽ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് ആര്, എസ്.കെ. പൊറ്റക്കാട് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരുപാട് സഞ്ചാര സാഹിത്യ കൃതികൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരാളാണ്. നമുക്ക് ഇന്നത്തെ പോലെ ഒരുപാട് ബ്ലോഗ് സൗകര്യങ്ങൾ നമുക്ക് ഇന്ന് എവിടെ അടിച്ചു നോക്കിയാൽ ഗൂഗിൾ മാപ്പൊക്കെ ഉള്ള കാലമാണ് അല്ലേ. നമുക്ക് എവിടെ പോകണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു കാലമല്ല പണ്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അന്ന് ബ്ലോഗ് ഇല്ലാത്ത, ഒരുപാട് അറിവുകൾ ഇല്ലായിരുന്ന ആ കാലഘട്ടത്തിൽ, യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമായിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് അല്ലേ, ഒരിക്കലും അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാത്ത മനുഷ്യർക്ക് വേണ്ടി കൂടെ എന്ത് ചെയ്തു, തൻ്റെ അനുഭവങ്ങൾ മനോഹരമായ ഭാഷയിൽ നമ്മളെ കൂടെ കൊണ്ടുപോകുന്ന രീതിയിൽ എഴുതി അവതരിപ്പിച്ചിട്ടുള്ള ഒരാളായിരുന്നു എസ്.കെ. പൊറ്റക്കാട് എന്ന് പറയുന്നത്. മലയാളികൾക്ക് പകർന്നു കൊടുത്ത സഞ്ചാര സാഹിത്യകാരനാണ് എസ്.കെ. പൊറ്റക്കാട് കേട്ടോ. ഇപ്പോൾ നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്. കോഴിക്കോട് നഗരത്തിനടുത്തുള്ള പുതിയറ പൊറ്റക്കാട്ട് വീട്ടിലാണ് അദ്ദേഹം. 1913 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ അദ്ദേഹം മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കൃതികൾ, ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവലുകളായിട്ടും യാത്രാ വിവരണ കൃതികളായിട്ടും ഒക്കെ ഒരുപാട് കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരൻ കൂടെയാണ് എസ്.കെ. പൊറ്റക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ കൽക്കത്ത നഗരത്തിൽ നിന്ന് അല്ലെ, ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി 100 നാഴിക ദൂരം അല്ലെ പിന്നിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ചെറിയ ഗ്രാമത്തിലേക്ക്, അങ്ങാടിയിലേക്ക് എഴുത്തുകാരൻ എത്തുന്നത്. അങ്ങനെ നഗരത്തിൻ്റെ ശബ്ദങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിച്ചുകൊണ്ട് ശരിക്കും വളരെ പ്യുവറായിട്ടുള്ളൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്കാണ് എന്ത് ചെയ്തത്, എഴുത്തുകാരൻ എത്തുന്നത്. അങ്ങനെ ശാന്തിനികേതനത്തിലേക്കുള്ള വഴിയെക്കുറിച്ചൊക്കെയാണ് ആദ്യത്തെ പാരഗ്രാഫിൽ എഴുത്തുകാരൻ പറയുന്നത് കേട്ടോ. എന്താ പറയുക, ചെറിയ മണ്ണ് നിറഞ്ഞിരിക്കുന്ന, ചേടി മണ്ണ് നിറഞ്ഞ പാതയാണ്. അതിങ്ങനെ വയലിൻ്റെ ഇടയിലൂടെ വളഞ്ഞു പൊളഞ്ഞൊരു പാമ്പിനെ പോലെ പോകുന്നു എന്നും, പുൽമാടങ്ങളെക്കുറിച്ചും നെൽപ്പാടങ്ങളെക്കുറിച്ചും അല്ലെ, അത്തായ പുക ഉയരുന്ന കുടിലുകളെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് എഴുത്തുകാരൻ വളരെ മനോഹരമായ രീതിയിൽ ശാന്തിനികേതനത്തിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. മനോഹരമായ ഭാഷയിൽ നമ്മളെ കൂടെ കൊണ്ടുപോകുന്ന വിധത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ഭാഗം അദ്ദേഹം എഴുതിയത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇതെന്തിനെ കുറിച്ചുള്ള യൂണിറ്റാണ്, യാത്രകളാണ് ഈ ഒരു യൂണിറ്റിൽ പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്,
ശാന്തിനികേതനമാണ്, യാത്രാ വിവരണമാണ്, സഞ്ചരിക്കുന്ന ദീപശിഖ എന്ന കൃതിയിൽ നിന്നും എടുത്തിരിക്കുന്ന ഭാഗമാണ്, എസ് കെ പൊറ്റക്കാടാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മളുടെ പ്രവേശകമായി തന്നിരിക്കുന്നത് സുജാത ദേവി തൻ്റെ ചേച്ചിയായ സുഗതകുമാരിക്ക് എഴുതുന്ന രീതിയിലുള്ള അല്ലെ ഒരു യാത്രാ അനുഭവമാണ്, കത്തിൻ്റെ രൂപത്തിൽ എഴുതിയ ഒരു യാത്രാ വിവരണമാണ്. അപ്പോൾ ആ യാത്രയെക്കുറിച്ചുള്ള മനോഹരമായ കാര്യങ്ങൾ എഴുത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ യൂണിറ്റിൻ്റെ അല്ലെ പ്രവേശകവും ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ബാക്കി ആദ്യത്തെ ചാപ്റ്ററിൽ എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കും, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ മക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 9th പുതിയ ബാച്ചൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്ത മക്കളൊക്കെ വേഗം തന്നെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാം A+കളുടെ എണ്ണം കുറയുന്നതും കൃത്യമായ രീതിയിൽ ചോദ്യം ചോദിക്കുന്നതും കോൺസെപ്റ്റും പാഠഭാഗമൊന്നും കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ നല്ല രീതിയിൽ അത് മാർക്കിനെ ബാധിക്കും എന്നുള്ള കാര്യമൊക്കെ പുതിയ കാലത്ത് നിങ്ങൾക്കറിയാം. അപ്പോൾ തുടക്കത്തിലെ മുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇനി ഒരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കാം കേട്ടോ. ബൈ.